ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സോയാ ചങ്ക്സ് കൊണ്ട് നോൺ വെജിൻ്റെ അതേ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചപ്പാത്തിക്കും പൂരിയുടെയും നാനിൻ്റെയും റൈസിൻ്റെയും കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സോയ പെപ്പർ ഫ്രൈ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് സോയാ ചങ്ക്സ് ആണ്. ഒരു കപ്പ് നിറയെ തന്നെ ഞാൻ സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2.5 കപ്പ് അളവിൽ വെള്ളം ചേർക്കുകയാണ്. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം തന്നെ ചേർത്തേക്കണം. എങ്കിൽ മാത്രമേ ഉപ്പ് നമ്മുടെ സോയാ ചങ്ക്സിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. 1 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇങ്ങനെ ഒന്നിരിക്കട്ടെ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് ഇത് നല്ലതുപോലെ ഇത് സോഫ്റ്റായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പകുതിയോളം അളവിൽ ഇതൊന്ന് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് എല്ലാം നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 2 ഏലക്ക ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. ചെറിയ ജീരകവും ഏലക്കയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, മീഡിയം സൈസിൽ 2 സവാള. ഇതുപോലെ ചെറുതായിട്ട് വേണം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് സവാള നല്ല രീതിക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. നല്ല ബ്രൗൺ കളറൊന്നും ആവണമെന്നുള്ള ആവശ്യമില്ല, എന്നാലും കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. ഈ ഒരു സമയം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ചേർത്ത് വഴറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴറ്റി കിട്ടിക്കോളും. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ നല്ല രീതിക്ക് ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ നിറയെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാം. കൂടെ പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതിൻ്റെ പേരിലാണ് കേട്ടോ 1 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇനി വേണ്ടത് പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ അളവിൽ ചേർക്കാം. കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ചേർക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ സോസിന് പകരം നമുക്ക് തക്കാളിയും ചേർക്കാവുന്നതാണ്. എങ്കിൽ ഒരു 2 തക്കാളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി അരച്ചെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. ആ ഒരു പേസ്റ്റ് വേണം ചേർക്കാനായിട്ട്. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്തേക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഫ്ലെയിം ഈ ഒരു സമയം നമുക്ക് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് തന്നെ ആ മസാലയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടിയാണ്. ഇനി ഇത് നന്നായിട്ട് ഇന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവി എല്ലാം നല്ല രീതിക്ക് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് സോയാ ചങ്ക്സ് ചേർക്കാവുന്നതാണ്. സോയാ ചങ്ക്സ് എല്ലാം ചേർത്ത് കഴിഞ്ഞതും ഉടൻ തന്നെ ഈ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സോയാ ചങ്ക്സ് എല്ലാം നമ്മുടെ ഗ്രേവി പെട്ടെന്നൊന്ന് വലിച്ചെടുക്കും. അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു അളവിൽ വെള്ളം വെച്ചിട്ടുള്ളത്. എങ്കിൽ മാത്രമേ ആ മസാല കംപ്ലീറ്റ് ആയിട്ട് ഈ സോയാ ചങ്ക്സിൽ പിടിച്ച് കിട്ടുള്ളൂ. ഈ ഒരു സമയം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം. ഉപ്പ് എങ്ങാനും കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തേക്കണം. അപ്പോൾ ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. കൂടുതൽ ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. നന്നായിട്ട് തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റേണ്ടതായിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു 3-4 മിനിറ്റോളം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി എല്ലാം ഒന്ന് വറ്റിച്ചിട്ട് ഒന്ന് ഫ്രൈ പോലെ ഒന്ന് ഡ്രൈ ആക്കിയാണ് കേട്ടോ എടുക്കുന്നത്. ഒരല്പനേരം കൊണ്ട് നല്ല രീതിക്ക് ഞാൻ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇനി ഒരുപാടിട്ട് ഡ്രൈ ആക്കണ്ട, അതുപോലെ തന്നെ തീരെ ഗ്രേവി വേണം എന്നുള്ള ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് ഒന്ന് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമുക്ക് പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു പിഞ്ചളവിൽ മാത്രം ഗരം മസാല ഇതിന് മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. കൂടെ ഒരല്പം മല്ലിയിലയും കൂടി.
മല്ലിയിലയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സോയ പെപ്പർ ഫ്രൈ ആണ് കേട്ടോ ഇത്. അതായത് നോൺ വെജിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. ചപ്പാത്തിയുടെയും പൂരിയുടെയും നാനിൻ്റെയും റൈസിൻ്റെയും കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. സോയ ചങ്ക്സ് ഇനിയിപ്പോൾ ഇഷ്ടമില്ലാത്തവർ കൂടി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് ഇത് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.